സ്നേഹം നിറഞ്ഞവരെ, പെസഹാകാലം 4-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗത്ത് തിരുസഭാ മാതാവ് കർത്താവ് ഒരു നല്ല ഇടയനാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈശോനാഥൻ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു. വീണ്ടും 10-ാം അധ്യായം തന്നെ 14-ാം തിരുവചനം പറയുന്നു, ഞാൻ പിതാവിനെയും പിതാവ് എന്നെയും അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെയും ഞാൻ അവയെയും അറിയുന്നു എന്നുള്ളതാണ്. ഒരിടയൻ തൻ്റെ ആടുകളെയും ആടുകൾ ആ ഇടയനെയും ശരിയായി മനസ്സിലാക്കുന്നു. ഒരു ഇടയൻ്റെ ദൗത്യം എന്താണ്? ഒരിടയൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ അതിനെ മറ്റുള്ള ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കാത്തുപരിപാലിക്കുകയും തന്നോട് ചേർത്ത് കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല ഇടയൻ. പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്ന 2 വലിയ നല്ല ഇടയന്മാരുണ്ട്. ഒന്ന്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന മോശയാണ്. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്താണ് പിതാവായ ദൈവം അവനെ ഇസ്രായേലിനെ നയിക്കുവാനായി തിരഞ്ഞെടുക്കുക. മോശ ആരായിരുന്നു എന്ന് നമുക്കറിയാം. മോശ ഫറവോയുടെ പുത്രി വളർത്തിയ ഒരു വളർത്തുപുത്രനാണ്. തീർച്ചയായും അദ്ദേഹം ഒരു രാജകുമാരനെ പോലെ വളർന്നവനാണ്. ആ രാജകുമാരനായിരിക്കുന്ന അവസരത്തിലല്ല ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് മോശയെ തിരഞ്ഞെടുക്കുക. മറിച്ച് ഒരു ഇടയനായിരിക്കുന്ന സമയത്താണ് മോശയെ തിരഞ്ഞെടുത്തുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാനായി അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം മോശയെ അപ്രകാരം തിരഞ്ഞെടുത്തത്? ഒരു രാജകുമാരൻ എന്ന കണക്കെ വളർന്നിരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി മോശയെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോഴും അവർ അസ്വസ്ഥത ആ സമൂഹത്തിൽ കാണിക്കുമ്പോഴും ഒരു ഇടയനൊത്ത രീതിയിൽ സ്നേഹത്തോടുകൂടെ അവരോട് പെരുമാറുവാനോ ക്ഷമിക്കുവാനോ മോശയ്ക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഒരു ഇടയനായിരുന്നപ്പോൾ അവന് തൻ്റെ ആടുകളെ ചേർത്ത് നിർത്തുവാനും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഒരുമിച്ച് കൊണ്ടുപോകുവാനുമുള്ള കഴിവ് അവൻ ആർജിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സീനായി മല മുകളിൽ നിന്ന് കർത്താവ് പറയുന്നുണ്ട്, പിതാവായ ദൈവം പറയുന്നുണ്ട്, താഴെ ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയുണ്ടാക്കി എന്നിൽ നിന്ന് അകന്നുപോയെന്ന്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മുഴുവനായി നശിപ്പിക്കുവാനായി തീരുമാനമെടുക്കുന്ന പിതാവായ ദൈവം. എന്നാൽ ആ ജനത്തെ നശിപ്പിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന മോശ. വീണ്ടും സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്, കർത്താവിനെതിരായി ഇസ്രായേൽ ജനം പിറുപിറുത്ത് കഴിയുമ്പോൾ ആ ഇസ്രായേൽ ജനത്തെ അഗ്നി അയച്ച് നശിപ്പിക്കുന്ന പിതാവായ ദൈവം, ശിക്ഷിക്കുന്ന പിതാവായ ദൈവം. എന്നാൽ ആ നിമിഷവും ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് മറ്റാരുമല്ല, മോശയാണ്. തൻ്റെ ജനത്തെ നശിക്കാതെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയൻ. രണ്ടാമത്തെ ഒരു നല്ല ഇടയനെ കാണാനായിട്ട് സാധിക്കുന്നത് 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഇസ്രായേൽ ജനത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ രാജാവാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് ആരായിരുന്നു? ഒരു ഇടയനായിരുന്നു, ഒരു ഇടയ ബാലനായിരുന്നു. ഗോലിയാത്തിനെ വധിക്കുവാനായി ദാവീദ് രാജാവ് കടന്നു വരുന്ന സമയത്ത് സാവൂള് ദാവീദിനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഇടയൻ എന്ന കണക്കെ അവനോട് ഏറെ പരിതാപത്തോടുകൂടെ നോക്കുന്നുണ്ട്. ആ നിമിഷം ദാവീദ് രാജാവ് സാവൂൾ രാജാവിൻ്റെ അടുത്ത് പറയുന്നത് ഇപ്രകാരമാണ്. 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആടുകളെ സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് മോചിപ്പിക്കും. ഇനി അവ എന്നോട് യുദ്ധത്തിന് വരുമ്പോൾ എന്നോട് ആക്രമിക്കാൻ വരുമ്പോൾ അവയുടെ ജടയ്ക്ക് പിടിച്ച് ഞാൻ കല്ലിന്മേലടിച്ച് അവയെ വധിക്കുമെന്ന് ദാവീദ് രാജാവ് പറയുന്നുണ്ട്. അപ്രകാരം തന്നെയാണ് ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോകുന്നതും കവണ കൊണ്ട് അടിച്ച് ആ മല്ലനെ വീഴ്ത്തി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതും. വീണ്ടും ദാവീദ് രാജാവ് ഭരിക്കുന്ന കാലം മുഴുവനും ഇസ്രായേൽ ജനത്തിന് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട സമയങ്ങളാണ്. കാരണം അവൻ തൻ്റെ രാജ്യത്തിന് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളെ
യുദ്ധത്തിന് പോയി അവരെ തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തെ എപ്പോഴും സംരക്ഷിച്ചിരുന്നു. ഒരു ഇടയൻ എപ്രകാരമാണോ മറ്റു ശത്രുക്കളാകുന്ന ആക്രമികളാകുന്ന ജന്തുക്കളിൽ നിന്ന് ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അപ്രകാരം തന്നെ ദാവീദ് രാജാവ് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച് കോട്ടകെട്ടി സൂക്ഷിക്കുന്നത്. തൻ്റെ പുത്രനായ സോളമന്റെ ഭരണകാലത്ത് പോലും ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് എല്ലാവരും ശത്രുരാജ്യങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്രകാരം തൻ്റെ ജനത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഇടയൻ നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ കൂടുതൽ പൂർണ്ണതയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ട്. ഒരു കുടുംബത്തെ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഇടയനായി ജീവിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്രകാരം ഉത്തരവാദിത്വത്തോടുകൂടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ അത് ഏറ്റവും സ്നേഹത്തോടുകൂടെ ചേർത്ത് കൊണ്ടുപോകുവാൻ, ദൈവത്തോട് ചേർത്ത് കൊണ്ടുപോകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്. പറഞ്ഞു, അച്ഛാ, ഞാൻ 2 വർഷത്തോളമായി എനിക്ക് ഗൾഫിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നു, എനിക്ക് ജോലിയൊന്നും ശരിയാകുന്നില്ല. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഈ അവസാനത്തെ ചാൻസാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിട്ടു. ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്ന് പറഞ്ഞു, അച്ഛാ, 2 ദിവസത്തിന് മുമ്പ് എനിക്ക് മെയിൽ വന്നു, ഞാൻ ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അച്ഛാ, അവരുടെയൊക്കെ വിചാരം അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവന് ജോലി കിട്ടിയത് എന്നുള്ളതാണ്. അതല്ല അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവന് ജോലി കിട്ടിയത്. ശേഷം ആ ചേട്ടൻ പറയുകയാണ്, അവൻ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അവർ ഓരോ പ്രാവശ്യവും ഈ 2-2.5-3 വർഷത്തോളം അവർ ഓരോ പ്രാവശ്യവും അവൻ വിദേശത്ത് പോകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയി പറയുമായിരുന്നു, കർത്താവെ, അവൻ ആ ജോലി കിട്ടരുതേ എന്ന്. എന്നാൽ ഇവൻ 2 ദിവസത്തിന് മുമ്പ് തനിക്ക് വിദേശത്ത് ജോലി കിട്ടുന്നില്ല, കൂട്ടുകാരൊക്കെ വിദേശത്ത് പോയി സെറ്റിലായി എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ അന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ മകനും വിദേശത്ത് ജോലി കിട്ടണമേ. ഒരു 3 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവന് ജോലി ലഭിച്ചു എന്നുള്ളതും ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് എത്തണമെന്നുള്ള വിസ വരെ അവനെല്ലാം, ടിക്കറ്റ് അടക്കം എല്ലാം അവന് ലഭിച്ചു. ആ ഗൃഹനാഥൻ്റെ പ്രാർത്ഥന ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറി. ആ കുടുംബത്തിൻ്റെ ഇടയൻ്റെ പ്രാർത്ഥന ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കുമ്പോൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഇടയൻ ഞാനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിജയത്തിലെത്തും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം നന്മയിലൂടെ ചരിക്കാനായി ഇടയാകും. അപ്രകാരം നന്മയിലൂടെ ക്രിസ്തുവിനെ പോലെ തൻ്റെ ആടുകളെ നോക്കുന്ന, ആടുകളെ സംരക്ഷിക്കുന്ന, ഒരുമിച്ച് ചേർക്കുന്ന ഒരു നല്ല ഇടയരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം ഇന്നേ ദിവസം നമ്മതിനായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.